അഭിഷേക് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതുപോലത്തെ ബാറ്റിംഗ് ആണ് അഭിഷേക് ഇന്ന് കാഴ്ചവെച്ചത്. 34 ബോളിൽ നിന്നാണ് അഭിഷേക് 79 റൺസ് അടിച്ചു കൂട്ടിയത്. ഇന്ത്യയുടെ വിജയശില്പിയായത് അഭിഷേക് തന്നെയായിരുന്നു. സഞ്ജു ഔട്ടായപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സൂര്യകുമാർ പെട്ടെന്ന് ഔട്ടായപ്പോൾ അഭിഷേകാണ് ഇന്ത്യക്ക് മികച്ച റൺസ് നേടിത്തന്ന് കളി ജയിപ്പിച്ചത്. ഇന്ന് അഭിഷേകിന് അവാർഡ് കിട്ടി. താരം ചെയ്ത കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് അവാർഡ് വാങ്ങി അഭിഷേക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനും സഞ്ജുവും ഇന്ന് ഓപ്പണിംഗ് ഇറങ്ങിയപ്പോൾ സഞ്ജു എനിക്ക് നല്ലൊരു ഉപദേശം തന്നിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ സപ്പോർട്ടാക്കിയിട്ട് കളിക്കാനാണ് അവൻ എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ അതുപോലെ തന്നെ ഇന്ന് കളിച്ചു. സഞ്ജു ഔട്ടാവുന്നതിന് മുൻപ് എന്നോട് ബാറ്റിങ്ങിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഞാൻ ഇന്ന് കളിക്കളത്തിൽ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോമാകാൻ സാധിച്ചു. ഈ ഒരു അവാർഡ് ഞാൻ സഞ്ജുവിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സഞ്ജു കാരണമാണ് എനിക്കിന്ന് അവാർഡ് കിട്ടിയത്. ഇതുപോലത്തെ മികച്ച കളി വരുന്ന മത്സരത്തിൽ ഞാൻ ആവർത്തിക്കും. ക്യാപ്റ്റൻ സൂര്യയും കോച്ച് ഗംഭീറും എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലെ കളിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സീരീസിൽ എനിക്ക് സെഞ്ചുറി അടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അഭിഷേക് ശർമ്മ വ്യക്തമാക്കി. അഭിഷേക് അവാർഡ് വാങ്ങി പറഞ്ഞത് സഞ്ജു തനിക്ക് തന്ന സപ്പോർട്ടിനെ പറ്റിയാണ്. സഞ്ജു എപ്പോഴും ജൂനിയർ താരങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന താരമാണ്. സഞ്ജുവിന്റെ ഇന്നത്തെ ഫയർ കണ്ടപ്പോൾ സഞ്ജു സെഞ്ചുറി അടിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ സഞ്ജുവിന് 26 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. എങ്കിലും സഞ്ജുവിന് ബാറ്റിംഗ് ഇന്ന് മികച്ചതായിരുന്നു. അതുപോലെ സഞ്ജു കീപ്പിംഗിലും മികച്ചു നിന്നു. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ഇംഗ്ലണ്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം ഇംഗ്ലണ്ട് ടീമിനെ ഇന്ത്യക്കെതിരെ ജയിക്കാൻ സാധിക്കില്ലെന്നത് ഇന്നത്തോടുകൂടി ഉറപ്പായി. അതുപോലത്തെ ബാറ്റിംഗ് ബൗളിംഗുമാണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത്. എന്തായാലും ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഒരു T20 പരമ്പര ഇന്ത്യ തൂത്തുവാരുമെന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ സഞ്ജുവിന്റെ സെഞ്ചുറി നമുക്ക് കാണാൻ സാധിച്ചേക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.